സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത് നീലക്കുയിൽ മുടിയനായ പുത്രൻ, മൂടുപടം, തച്ചോളിയോധേനൻ. പക്ഷേ തച്ചോളിയോധേനൻ എൻ്റെ പേര് കാണില്ല. അത് അവർ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളുടെ റെമ്യൂണറേഷൻ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, പക്ഷേ നിങ്ങളുടെ ഒരു ഓപ്പറേറ്റീവിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഇത് എടുത്തു തരണം, നിങ്ങൾക്കൊരു എമൗണ്ട് തരാം, പക്ഷേ യു ഷുഡ് ബി, അതുകൊണ്ട് എന്തോ ഒരു പേരായിട്ടില്ല, ഫോർ ദ ഹെൽപ്പ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മുഴുവൻ ഷൂട്ട് ചെയ്തത് ഞാനാണ്. അതിൽ പിന്നെ പൂഴിക്കടകം, നിങ്ങൾ തച്ചോളിയ പൂഴിക്കടകം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പൂഴിക്കടകം എന്താണ്, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ തൊട്ടിട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ എല്ലാം കളരിൽ പയറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോകും. കളരിൽ പയറ്റെല്ലാം ഞാൻ കാല് പൊന്തിക്കുന്നു, കാല് പൊക്കി ഇങ്ങനെ എൻ്റെ കാല് ഇത്ര ഹൈറ്റിലെ വരികയായിരുന്നു. പൂഴിക്കടകം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു പൂഴിക്കടകം ഈ കളരിപ്പയറ്റിലെ ഇതിലില്ല, ലിസ്റ്റിലില്ല. പക്ഷേ ഞാനൊരു ഇത് ക്രിയേറ്റ് ചെയ്താണ്, നിങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഒരു തമിഴൻ ഡയറക്ടർ സൗന്ദരരാജൻ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, പ്ലാറ്റ്ഫോം കെട്ടാൻ പറഞ്ഞു. അതിനാണ് അങ്കത്തട്ട് എന്ന് പറഞ്ഞാൽ, ആക്ച്വലി അങ്കത്തട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തട്ടില്ല, അതിവിടെ ഉള്ളിൽ തന്നെയാണ്. ഈ അങ്കത്തട്ട് മൂന്നടി ഉയരത്തിൽ അങ്കത്തട്ട് കെട്ടാൻ പറഞ്ഞു. കെട്ടി അതിന് മേലെ ചാക്ക് ഇട്ടിട്ട് ആണി അടിച്ച്. ചാക്ക് എന്തിനാണെന്ന് വെച്ചാൽ അതിന് മണൽ നിറച്ചു, വേറെ എന്തെങ്കിലും സർപ്രസ് ആണെങ്കിൽ മണൽ അടിച്ചു പോകും. ക്യാമറ സെൻറ്ററിൽ ഇവിടെയാണെങ്കിൽ ഒരു ഫാൻ, അന്ന് സ്റ്റോംബർഗ് കാൾസൺ എന്ന് പറഞ്ഞിട്ട് ഫാനുണ്ടായിരുന്നു, ഉയരമുള്ള പെഡസ്റ്റൽ ഫാൻസാണ്. ഇത് സ്ക്വയറാണെങ്കിൽ ഒരു ഫാൻ ഇവിടെ ഗ്രൗണ്ട് സ്റ്റാൻഡിൽ വെച്ച്, ഗ്രൗണ്ട് സ്റ്റാൻഡിൽ വെച്ച് ഇവിടുന്ന് ഒന്ന്. അപ്പം പിന്നെ ഇത് ക്യാച്ച് ചെയ്യാൻ വേറൊന്ന് ആ ദൂരത്ത് മറ്റേ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇവിടുന്ന് പൂഴി അടിച്ചാൽ ഈ ഫാൻ അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും, ആ ഫാൻ അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും, ആ ഫാൻ അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഇത് പിന്നെയും തിരിച്ച് സർക്കുലേറ്റ് ചെയ്യും. അത് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പം പ്രൊഡ്യൂസർ ഡയറക്ടർ പറഞ്ഞ് വർക്ക് ചെയ്ത് പറഞ്ഞു. അതാണ് സത്യൻ വരെയുള്ള ആ പൂഴിക്കടകത്തിൻ്റെ കാലുകൊണ്ട് പൂഴി ഇങ്ങനെ ആക്കിയിട്ട് കണ്ണിൽ തട്ടും. പിന്നീട് ഡയറക്ഷനിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഭാർഗവി നിലയാണ്. ഡയറക്ഷനിൽ വന്നത് ഭാർഗവി നില, പക്ഷേ അതിൻ്റെ ഷോർട്ട് സെറ്റപ്പ് ചെയ്യും അതെല്ലാം ചെയ്തതെല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കൂടെ ആദ്യം വന്നോടനെ ക്യാമറ സെറ്റപ്പും ലൈറ്റിങ്ങിൻ്റെ ആംഗിൾ പറഞ്ഞു കൊടുക്കും, ഇതെല്ലാം ചെയ്യും. അങ്ങനെ അതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉടനെ അത് കറക്റ്റ് ചെയ്യാൻ പറയും. അപ്പം ആക്ച്വലി ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഞാനൊരു അവൻ്റെ ഡയറക്ടർ ഫോട്ടോഗ്രാഫി കൂടിയാണ്. അതല്ലാതെ ഒരു അസിസ്റ്റൻറ്റിന് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യമായിട്ട് സിനിമ സംവിധായകനാവാൻ തീരുമാനിക്കുന്നതും എങ്ങനെയാണ് ഭാർഗവി നിലയം സെലക്ട് ചെയ്യാൻ കാരണം? നീല വെളിച്ചം എന്ന് പറഞ്ഞിട്ടുള്ള ബഷീറിൻ്റെ ഒരു ചെറുകഥയുണ്ട്, അത് നിങ്ങൾ വായിച്ചു കാണും. അതൊരു 3-4 പേജേ ഉള്ളൂ. അപ്പോൾ ഈ എഴുത്തുകാരൻ ഹോട്ടലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിൻ്റെ അകത്ത് ഒരു നീല വെളിച്ചം കാണുന്നു. അതുവരെ ഉള്ളൂ നീല വെളിച്ചത്തിൻ്റെ സ്റ്റോറി. പിന്നെ ഞങ്ങൾ ഒരു 2-3 മാസം ഞാനും ബഷീറും ഒരേ റൂമിൽ താമസിച്ച് ഒരേ ഡൈനിങ് ടേബിളിലിരുന്ന് നല്ല വലിയ ഫ്രണ്ട്ലിയായി ഞങ്ങൾ കഥകളെല്ലാം പറയും, അങ്ങേരും പറയും, തമാശകൾ പറയും, ചിരിക്കും. അങ്ങനെ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾ റോസായിട്ടിരിക്കില്ല. 10 മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ ജോക്സ് പറയും. ഞാനൊരു കട്ടിൽ കിടക്കും, ഞാൻ കിടക്കും, ഇങ്ങനെ ഒരു കട്ടിൽ കിടക്കില്ല, കാരണം രാത്രി വീഴും പോലും. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു പായയും മെത്തയും ഇട്ടിട്ട് അങ്ങനെ അതിൽ കിടക്കും. അവിടെ എണീച്ചെഴുതിട്ട് ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ അവിടുന്ന് കഥ പറയും, ഇങ്ങനെയാണ് അങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ ഒരു കഥ പറയട്ടെ. ഞാൻ പറഞ്ഞ ഒരു മതിൽ, സ്ത്രീകളുടെ ജയിലപ്പുറം, ആണുങ്ങളുടെ ജയിലപ്പുറം. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് സംസാരിക്കും, ഇങ്ങോട്ട് കേൾക്കും. അത് ഭാർഗവീയുണ്ട് സീനിൽ. ശ്രീമതി, എന്താ ശ്രീമാൻ? മുറിവ് എങ്ങനെ ഇരിക്കുന്നു? നിങ്ങളുണ്ടോ? ഇല്ല. അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ നല്ല സുഖമില്ല, കഠിനമായ ചൂടും ദാഹവും. എന്താ അവിടെ മഴ പെയ്യാറില്ലേ? ഇല്ല. മുകളിലേക്ക് നോക്കിക്കോ,
ഒരു രക്തനക്ഷത്രം. വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക്. ഞാൻ പറഞ്ഞു ഒന്നും കൂടെ കേൾക്കട്ടെ, വായിച്ച് കേൾക്കും. ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് പെർഫെക്റ്റ്, ഓക്കെ എന്ന് പറയും. ഓക്കെ എന്ന് പറയുമ്പോൾ ടിക്കിടും. പിന്നെ അടുത്ത സീനിൽ ഇങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് 2-3 മാസം ഇരുന്ന് അങ്ങനെ ചായ പിടിച്ചുകൊണ്ടിരിക്കും, ഞാനും അവരുടെ കൂടെ. അങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്. ഞാൻ ഗുരുജി എന്നാണ് വിളിക്കുക. MT സാറുമായിട്ടുള്ള ഒരു അസോസിയേഷനൊക്കെ പിന്നീട് മുറപ്പൻ അതും മുറപ്പൻ എഴുതി കൊണ്ടുവന്ന് അങ്ങനെ ഒരു സ്ക്രിപ്റ്റായിട്ട്. അപ്പം ശോഭന പരമേശ്വരൻ നായരായിരുന്നു ഞങ്ങളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. അങ്ങേരും അത് ചന്ദ്രലാലൻ്റെ ഓഫീസിൽ താമസിക്കും. എൻ്റെ അടുത്ത് പരമേശ്വരൻ നായർ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ നല്ല തർക്കമില്ലാത്ത ഒരു നല്ല സബ്ജക്റ്റായി തോന്നി. മുറപ്പെണ്ണ് ഒറ്റപ്പാലം ഷൊർണൂർ ഭാഗത്ത് ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ ഫിലിമാണ്. ഭാരതപ്പുഴയുടെ തീരം, ഭാരതപ്പുഴയൊക്കെ ആദ്യമായിട്ട് ആദ്യം ഷൂട്ട് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ പടമാണ് ലൊക്കേഷൻ. കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു.